ഇതാണ് ഇതിന്റെ അകത്ത് ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സാം ബേസ്ഡ് സ്റ്റഡി എന്ന് പറഞ്ഞല്ലോ, അത് എന്നെ സഹായിച്ച ഒരു മെയിൻ സംഭവം മാർക്ക് കിട്ടാനായിട്ട് ഇതായിരുന്നു. ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാഠം വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ബുക്സ് നമുക്ക് ഈ ബുക്ക് സ്റ്റാളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഞാൻ അങ്ങനത്തെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഓരോ പാഠം ഓരോ സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും ഈ പാഠത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, SSLC ചോദിച്ചിരിക്കുന്നതും പ്ലസ് ടുവിന്റെ ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ നോക്കും. അപ്പൊ ആ പാഠം പഠിച്ചു പോകുമ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ പാഠത്തിന് എക്സാമിന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത്. എനിവേ, ആ പാഠത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ പറ്റുവാണെങ്കിൽ അങ്ങ് തുടക്കം തൊട്ടേ ചെയ്യേണ്ട പരിപാടിയാണ്. അതായത് ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷയൊക്കെ തൊട്ട് നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള ബുക്ക് ഉണ്ടായെങ്കിൽ നമ്മൾ ഓൾറെഡി ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് ബോർഡ് എക്സാമിന് എന്ത് തരം ചോദ്യങ്ങളാണ് ആ പാഠത്തിൽ നിന്ന് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും.